സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കുടുകുടാ വെള്ളം വന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീരേട്ടൻ്റെ ഓരോരോ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ഒരു മനസ്സിൽ തട്ടിയിട്ടാണ് പറഞ്ഞത് പല കാര്യങ്ങളും. ഒന്നുമില്ലാതിരുന്ന എന്നെ ഒരു സ്കൂളിൽ ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുപോയത് സുധീരേട്ടൻ. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, അന്ന് എന്റെ വാല്യൂ സുധീരേട്ടൻ മനസ്സിലാക്കി. അന്ന് മനസ്സിലായി. 1.5 വർഷം മുമ്പുള്ള കാര്യമാണ് അല്ലേ? ഒരു വർഷത്തിന് 1 ഇയർ ആയിട്ടില്ല. 1 ഇയർ ആയിട്ടില്ല. അന്ന് ബിഗ് ബോസിനെ പറ്റി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ പുതിയൊരു അധ്യായം തുറന്നു കൊടുത്തു അല്ലേ? ഇനി ഇതുപോലെ ഒരുപാട് പേര് വരും. ഇനി എടുക്കാൻ ലൈവില് വരാം ഞാൻ. മാമാട്ടിക്കുട്ടിയെ കുട്ടികൾ ഞാൻ രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു കൂട്ടക്കരച്ചിൽ. അതും കുട്ടികളുടെ വല്ലാതൊരു കൂട്ടക്കരച്ചിൽ. വലിയൊരു കുട്ടികൾ ഫാൻസ് ആയിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു കുട്ടികൾ ഫാൻസ് ആയിട്ടുള്ള ആദ്യത്തെ കാർട്ടൂൺ ക്യാരക്ടർ പോലെ വെച്ചേക്കുന്നത്. ഈ നെവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നത് വെച്ചാൽ ഭയങ്കര എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിനാണ്. അതെ, ബിഗ് ബോസില് ഇങ്ങനെയും ഗെയിം കളിക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ഇനി അടുത്ത 8ാമത്തെ സീസണിൽ വരട്ടെ, ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ. ഉറപ്പായിട്ടും ഞാൻ 8ന്റെ പണി മിക്കവാറും ഞാൻ പ്രതീക്ഷിക്കുന്നു. 8ന്റെ പണി തമിഴ് പഠിക്കാം. ഇനി തമിഴ് ബിഗ് ബോസ്, പിന്നെ ഹിന്ദി ബിഗ് ബോസ്, അങ്ങനെ ബിഗ് ബോസ്. പിന്നെ എനിക്ക് അറിയില്ല ഇനി ബിഗ് ബോസിൽ എനിക്കിനി പോകാൻ പറ്റുമെന്നറിയില്ല. കാരണം മൂവി ഷൂട്ടിംഗ് ടു ലൊക്കേഷൻ. ശരിക്കും 7ന്റെ പണിയായിട്ട് തോന്നിയോ? എനിക്കൊരു 7ന്റെ പണിയായിട്ടും തോന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനാണ് 7ന്റെ പണിയായിട്ട് തോന്നിയത്. കാരണം എന്നെ അടക്കി നിർത്താനായിട്ട് കുറച്ച് പാടായിരുന്നു. അത് പലരും പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ എടുത്ത് ചാടിക്കടിക്കാൻ വേണ്ടി ചെല്ലുന്നതൊക്കെ ഞാനാണെന്നാ തോന്നുന്നത്. ആ തത്തമേന കിട്ടിയോ? തത്തമേന തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിവിൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ടത് അനുമോളിലൊക്കെ. അതെ അതെ. അപ്പൊ എന്താണ് അനുമോളെ മാത്രം വഴക്കിടാനുള്ള ഒരു കാരണം? അത് ജസ്റ്റ് ലൈക്ക് നമുക്കിപ്പം പല രീതിയിലുള്ള ബോണ്ടിങ് വരും. ഒരു വീട്ടില് നമുക്ക് തല്ലുപിടിക്കും, അങ്ങനെ. ഇത് ബിഗ് ബോസ് ഹൗസാണ്, അല്ലാതെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന സ്ഥലമല്ലോ. ഇത് റിയൽ ആയിട്ട് നിൽക്കാം. ജനങ്ങളുടെ കപ്പടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കപ്പടിക്കും. അത് ഞാൻ ചെയ്തു. മറ്റേ കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ബൗൺസേഴ്സ് ഒക്കെ ഞാൻ നോക്കുമ്പോ വേറൊരു സൂപ്പർ സെലിബ്രിറ്റി ഇങ്ങനെ മാറി എന്താ അവിടെ പരിചയം മുഖം. അവിടെ സുധീരേട്ട സ്റ്റാറായി മുത്തൂന്ന് വിളിച്ചായിരുന്നു. അതെ, എന്താ പറയാ, ഈ ബിഗ് ബോസില് ജെന്യുവനായിട്ട് നിന്നു. അതിലുപരി ഒരു PR ഇല്ലാതെ ആരും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട്, ജെന്യുവനായിട്ടുള്ള വോട്ട് കൊണ്ട് മാത്രം 3ാം സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിയാണ്. PR വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കപ്പ് കൊണ്ട് വന്നായിരുന്നു. കാരണം അത് ചെയ്യാൻ വേണ്ട ജനങ്ങളുടെ മനസ്സിലോ അത് മതി. നെവിൻ പ്രോ ഇറങ്ങിയ സമയത്ത് അനീഷേട്ടന് ജയ് വിളിച്ച കണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ അനീഷേട്ടനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ എന്റെ മനസ്സിൽ അനീഷേട്ടനാണ് ജയിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തത്. ഡിസർവിംഗ് ആയ വിന്നറാണോ ശരിക്കും? ആര്? അനുമോൾ ഒബ്വിയസ്ലി ഡിസർവിംഗ് ആയതുകൊണ്ട് നെവിൻ അതേപോലെ ഇവിടുന്ന് പോണേന്റെ മുന്നുള്ള നെവിനാണോ? അപ്പൊ ഞാൻ പോയ നെവിൻ തന്നെയാണ് തിരിച്ചു വന്ന നെവിൻ. പ്രത്യേകിച്ച് എനിക്ക് ഒരു മാറ്റവും വന്നത്. നെവിനോടൊരു പ്രത്യേക സ്നേഹമുള്ള ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ പല ചെറുപ്പകാലം എന്റെ ഒരു ഫേസ്. അപ്പം ലാലേട്ടൻ ഇനി ഡ്യൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്തിന് എന്നെ ആയിരിക്കും വിളിക്കാൻ സാധ്യത. കാരണം ലാലേട്ടന്റെ ആ ഒരു ഭംഗി, ബിഗ് ബോസ് അല്ലോ ഞാൻ മാറ്റി പറഞ്ഞു, ലാലേട്ടന് പിറക്കാണ്ട് പോയ മോനാണ് ഞാൻ. ഓക്കെ, അതൊന്ന് കത്തിച്ചു. എന്തെങ്കിലും എന്തെങ്കിലും മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണ്ടോ? സമൂഹത്തിന് കൊടുക്കാനുള്ളത് ഉറപ്പായിട്ടുണ്ട്. സോറി, നമ്മള് ഓക്കെ
നമ്മള് റിയൽ ആയിട്ട് നിൽക്കുക, പിന്നെ എല്ലാവരും ഹ്യൂമൻ ബീങ് ആണ്. പലർക്കും പല രീതിയിലുള്ള യുണീക്നെസ് ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ ഡിഫറൻസ് ആയിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് പലപ്പോഴും ഈ ബുള്ളിങ് കൊണ്ടിട്ട് പോകുന്നതുകൊണ്ട് പലർക്കും ആ ഒരു കഴിയുടെ കോൺഫിഡൻസുകൾ താഴത്തേക്ക് വരുന്നത്. എനിക്കെന്താ ഭാഗ്യം കൊണ്ട് തൊഴിക്കിട്ടുള്ളതുകൊണ്ട് ഞാൻ ബിഗ് ബോസിലെത്തി. ഭയങ്കര സന്തോഷം. ഞാനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പിന്നെ എഡ്യൂക്കേഷൻ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികളും ഉറപ്പായിട്ടും നന്നായിട്ട് അതായത് സ്ത്രീധനത്തിനെക്കാട്ടിയും കൂടുതൽ എഡ്യൂക്കേഷനാണ് അവരുടെ ഏറ്റവും വലിയ ബി എ ക്വാളിറ്റി തന്നെ. പിന്നെ എല്ലാവരും യങ്സ് മാത്രമല്ല, എല്ലാ യങ്സ്റ്റേഴ്സും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ടാലന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നാട്ടിലെ മുറിനൂക്കൻ രാജാവായിട്ട് ജീവിക്കാം. സോ യെസ്, ദാറ്റ്സ് മീ. സൈനിങ് ഓഫ്. ഓക്കെ, ശരി. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ സ്നേഹം കൊണ്ട് വയറുന്നു. ഓക്കെ, ഞാൻ ഫോട്ടോ എടുത്തു. ഓക്കെ, ഫോട്ടോ.